അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് 78 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. അൽഹംദുലില്ലാഹ് 79ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മസ്സഫീനതു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹ്രി فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة عصبا. ഓക്കെ, നമുക്ക് 79ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം നോക്കാം. അമ്മസ്സഫീനതു, ഇവിടെ അമ്മ എന്ന് നീട്ടാനുണ്ട്, പക്ഷെ ഇവിടെ ഹംസത്തുൽ വസ്ലിന് മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. കൂട്ടിച്ചേർത്ത് ഓതി പോവുക കേട്ടോ. അമ്മസ്സഫീനതു, മീമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, മീമിനെ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഓക്കെ, സഫീനതു, സീനിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, സീനിനെ കനപ്പിച്ചു കൊടുക്കണേ. സഫീനതു ഫകാനത്, ഫകാനത്, ഇൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ കാറ്റ് പോകുന്ന പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ വേണം ഉച്ചരിക്കാൻ. ഫകാനത് ലിമസാകീന, ലിമസാകീന, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇവിടെയൊക്കെ രണ്ടനക്കം സാധാരണ മദ്ദാണ്, മദ് അസ്ലി രണ്ടനക്കം നീട്ടി ഓതുക. യഅമലൂൻ, യ, അയിനിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുക്കുക. യഅമലൂന ഫിൽ ബഹ്രി, യഅമലൂന രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഇവിടെ വാമദ്ദുണ്ട്. യഅമലൂന ഫിൽ ബഹ്രി, ഇവിടെ ഫീനെ നീട്ടാൻ യാമദ്ദുണ്ട്, പക്ഷെ നമ്മളിവിടെ നീട്ടില്ല. കാരണം ഹംസത്തുൽ വസ്ലിന് മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ലല്ലോ, കൂട്ടിച്ചേർത്ത് ഓതി പോവുക ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളവിടെ ഫീൽ ബഹ്രി എന്ന് ഓതില്ല, ഫിൽ ബഹ്രി എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതും. ഓക്കെ, യഅമലൂന ഫിൽ ബഹ്രി, ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ബഹ്രി എന്ന് ഓതരുത്, ബഹ്രി. ഫഅറത്തു, ഇവിടെ നോക്കൂ, ഫഅറത്തു, ദാല് ത അല്ലേ, ഈ ദാലിനെ തയിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിച്ചേർത്ത് ഓതണം. ഇവിടെ ദാലിൻ്റെ മുകളിൽ ഒന്നുമില്ല, ഹറക്കത്തുകളൊന്നുമില്ല അല്ലേ, തയിൻ്റെ മുകളിൽ ഹറക്കത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ദാലിനെ തയിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതണം. തയിന് കട്ടി കൂട്ടണം അല്ലേ. ദാലിനെ തയിലേക്ക് കൂട്ടുമ്പോൾ തയിന് എന്ത് ചെയ്യും, ഇരട്ടിപ്പിച്ച് കട്ടി കൂട്ടി ഓതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് നിന്നും ഒരേ ഉത്ഭവ സ്ഥലത്ത് നിന്നും വരുന്ന അക്ഷരങ്ങളാണ്. രണ്ടും വേറെ വേറെ അക്ഷരങ്ങളാണ്, പക്ഷെ വരുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, ഇതിന് ഒരു പേര് പറയും, ഇദ്ഗാം മുതജാനിസൈൻ എന്നാണ് പറയുക. ഇദ്ഗാം മുതജാനിസൈൻ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിലായിക്കൊണ്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാലിനെ തയിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ, അൻ, നൂൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, എന്ത് ചെയ്യുക, അവിടെ ഇൽഹാർ ചെയ്യുക, അവിടെ വ്യക്തമായിട്ട് അൻ എന്ന് ഓതി കൊടുക്കുക കേട്ടോ. ആയിബഹ, ആയിനാണ്, ആയി രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. യാ മദ് വന്നിട്ടുണ്ട്. ആയിബഹ വകാന വറാഅഹും, ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്, മദ് മുത്തസിൽ. ഒറ്റ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു അല്ലേ, മദ് മുത്തസിലാണ്. 4-5 ഹറക്കത്ത് നീട്ടി ഓതൽ നിർബന്ധമാണ് കേട്ടോ. വ, ചുണ്ടിനെ കൂർപ്പിച്ച് പിടിച്ച് ഉച്ചരിക്കുക. വറാഅഹും, മീമിൻ്റെ നിയമമാണിത്. മീമിന് ശേഷം മീമ് വന്നാൽ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണേ. വറാഅഹും മലികുൻ യഖുദു, മലികുൻ, തൻവീനിന് ശേഷം യ വന്നാൽ എന്താണ്, നമ്മൾ പഠിച്ചതല്ലേ, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. ഇദ്ഗാം ബിഉന്ന ചെയ്ത് ഓതണം, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. മലികുൻ യഖുദു, ഹഫ് സുക്കൂന് കൊടുക്കുക ഹംസക്ക്. യഖുദു കുല്ല സഫീനത്തിൻ, കുല്ല ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്,
ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. കുല്ല സഫീനത്തിൻ, ഇവിടെ 2 കെസ്റായി ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? തിൻ എന്ന് വ്യക്തമായിട്ട് ഓതി കൊടുക്കുക, ഇൽഹാർ ചെയ്യാതെ വ്യക്തമാക്കി കൊടുക്കുക. തിൻ. ഓക്കെ. ഓയിനാണ് തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന അക്ഷരം. ഓക്കെ, 2 അനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് 80-ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. وَأَمَّا الْغُلَامُ فَكَانَ أَبَوَاهُ مُؤْمِنَيْنِ فخشينا أن يرهقهما طغيانا وكفرا. 80-ാമത്തെ ആയത്തിന്റെ തജ്വീദ് നിയമം നോക്കാം. ഇവിടെ മീമിന്റെ മുകളിൽ ശബ്ദമുണ്ട് അല്ലേ, പക്ഷെ അമ്മ എന്ന് നീട്ടില്ല. കാരണം ഹംസത്തുൽ വസലിന്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്തോതണം. ഗൈനാണ് തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന അക്ഷരം. ഓക്കെ. ഗുലാമു, ലാന് 2 അനക്കം നീട്ടി കൊടുക്കണേ. ഗുലാമു ഫകാന അബവാഹു, ഫകാന അബവാഹു, ഇവിടെയൊക്കെ 2 അനക്കം നീട്ടാനുള്ള സാധാരണ മദ്ദാണ് വന്നിട്ടുള്ളത്. മദ് അസ്ലി ട്ടാ. 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക. മുഅ്മിനൈനി, വാവിന്റെ മുകളിൽ ഹംസയുണ്ട്. അപ്പം നമ്മൾ ഹംസേനെ മാത്രം ആവണം ഫോക്കസ് ചെയ്യാൻ. വാവിന് അവിടെ എഴുത്തിൽ മാത്രം വാവുള്ളൂ കേട്ടോ. ഹഫ്സുക്കൂന് കൊടുക്കുക ഹംസക്ക്. മുഅ്മിനൈനി, മുഅ്മിനൈനി ഫഖശീന, ഇവിടെ ഷീക്ക് ശേഷം യാ മദ് വന്നിട്ടുണ്ട്. 2 അനക്കം നീട്ടി കൊടുക്കുക. ഫഖശീന, നോക്കൂ ഇവിടെ മദ് മുൻഫസിലാണ് അല്ലേ. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. മദ് മുൻഫസിൽ 4 അനക്കം വരെ നീട്ടി ഓതാം. ഓക്കെ. നൂനിന് ശേഷം യാ വന്നാൽ, സക്കിനായ നൂനിനോ തെൻവീനോ ശേഷം യാ വന്നാൽ മണിച്ചു കൂട്ടി ചേർത്തോതണം. ഇത് ആംബിയാണ്. അയ്യോ. ഓക്കെ, ഇതുപോലെ. ഖാഫ് തൊണ്ടയുടെ മൊരട് ഭാഗത്തുനിന്ന് വരണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഗൈനാണ്, ഹഫ്സുക്കൂന് കൊടുക്കണം. ഓക്കെ, അതുപോലെ ഉയർത്തി പറയണം. യുർഹിഖഹുമാ തുഗ്യാനം. തെൻവീന് ശേഷം വാവ് വന്നാൽ മണിച്ചു കൂട്ടി ചേർത്തോതണം. ഇത് ആംബിയാണ്, മണിച്ചു കൂട്ടി ചേർത്തോതണം കേട്ടോ. തുഗ്യാനം വകുഫ്റാ. വകുഫ്, ഫഇന് ഹഫ്സുക്കൂനാണ് കേട്ടോ. വകുഫ്റാ, 2 അനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.